ഫക്രൂസിനെയും കൊണ്ട് രാവിലെ തന്നെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ്. ഇതുപോലെ രാവിലെ ആക്കിയിട്ടില്ലെങ്കിൽ ഇവരെന്നെ നിൽക്കാൻ വിടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെ ചെറിയ കുട്ടിയിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വലിയ പറമ്പായിരുന്നു, അവിടെ ആക്കിയതാണ്. അങ്ങനെ ശീലിച്ചുകൊണ്ട് ഇവർ നിൽക്കാൻ വിടില്ല. ഇവർക്ക് ഇങ്ങനെ ഇതുപോലെ പുറത്ത് വന്നാൽ മാത്രമേ സമാധാനമാവുള്ളൂ. പിന്നെ ഈ മൂത്രം ഒഴിക്കുന്ന സമയം മാത്രമേ ഇവർ നേരാവണ്ണം ഇതുപോലെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്നെയും വലിച്ച് ഒരേ ഓട്ടാണ്. ഇവർക്ക് നടക്കാനൊന്നും അറിയില്ലേ, റോഡ് മേലെത്തിയാൽ ഓട്ടേ ഓട്ടാണ്. ഇവൻ റോക്കി വാവ, ഇവനെ പിന്നെ പക്രൂനെക്കാട്ടിയും സ്പീഡിൽ ഓടും. ഇവനെ തീരെ പിടിച്ചാൽ കിട്ടില്ല, ഞാൻ തെറിച്ചോടേണ്ട അവസ്ഥയാണ്. മൂത്രം ഒഴിക്കുന്ന സമയം മാത്രമാണ് കുറച്ച് സമയം ഇവർ നിൽക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡാണ്. ഞാൻ ഇവരോട് രണ്ടാളോടും പറയും, എപ്പോഴാണ് ഞാൻ ഇതുപോലെ തെറിച്ച് വീഴുന്നതെന്ന് അറിയാൻ പറ്റൂലെന്ന്. അവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇവർ ഒരേ ഓട്ടാണ്. പിന്നെ മറ്റുള്ള ഡോഗിനെ കണ്ട പിന്നെ പറയണ്ട, ഒരു രക്ഷയുമില്ല. ഇതുപോലെ കയറങ്ങായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരവസ്ഥയും കഷ്ടമാണ്. പിന്നെ ഇവനെ ഫസ്റ്റ് തന്നെ കൊണ്ടുവരണേ, ഇല്ലെങ്കിൽ ഇവൻ നിൽക്കാൻ വിടില്ല വീട്ടിൽ. പിന്നെ അതിന് ശേഷം മാത്രമേ ഞാൻ പക്രൂസിനെ കൊണ്ടുവരുള്ളൂ. ഇവനെയാണ് ആദ്യം ആക്കേണ്ടത്. ഇവള് ലക്കിവാവ, ഇവളെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് സമയം ആക്കും. ഇവളെയും ലൂക്കവാവേനെയും ഞാൻ പിന്നെ പുറത്തൊന്നും കൊണ്ടുപോകില്ല. കാരണം ഇവർ രണ്ടാളും ടോയ്ലറ്റിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇവളെ കാലിങ്ങനെ പാരലൈസ് ആയത് കൊണ്ട് പുറത്ത് മുറ്റത്തൊന്നും ആക്കലേ ഇല്ല. പിന്നെ അവർക്കത് ശീലമാണ്. ഈ കാലിങ്ങനെ ആയതൊന്നും നോക്കണ്ട, ആൾ നല്ല സ്പീഡിലോടും, എന്നെ കളിപ്പിക്കുകയെല്ലാം ചെയ്യും. പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല ഓരോരിക്ക. പിന്നെ കാലും കയ്യിലും കുറച്ചൊന്ന് ഒരു ലെവലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ ടെറസിൻ്റെ മുകളിലേക്ക് ആക്കും. ഇവൻ ലൂക്കവാവ, ഇവന് 1 വയസ്സേ ആയില്ലേ, ആൾ നല്ല നീളം വന്നിട്ടാണ്. പിന്നെ ഇവനെ ഫസ്റ്റിലാക്കിയ വീഡിയോസാണ്, ടെറസിൻ്റെ മുകളിൽ ഫസ്റ്റിലാക്കിയ വീഡിയോസാണ് ഇത്. അതുകൊണ്ട് ഇതുപോലെ പേടിച്ചിട്ട് കാണുന്നത്. നല്ല പേടിയായിരുന്നു. പിന്നെ കുറച്ച് പേടി മാറിയേരം വാലെല്ലാം ആട്ടിയിട്ട് നടുക്കേ കൂടെ മാത്രം ഓടാൻ തുടങ്ങി. പിന്നെ അറ്റത്തെത്തുമ്പോൾ ഇതുപോലെ ഭയങ്കര പേടിയാണ്. എന്തെല്ലോ കാഴ്ചകൾ കാണുന്നത്, ഏതോ ഒരു അത്ഭുത ലോകത്ത് എത്തിപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ലൂക്കവാവി ഉള്ളത്. എല്ലാ കാര്യങ്ങളും ടെറസിൻ്റെ മുകളിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുവാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ, അവൻ മണം പിടിച്ച് നോക്കുവാണ്. പിന്നെ റോക്കി വാവേനെയും പക്രൂസിനെയെല്ലാം സ്ഥിരമായിട്ട് ഇതുപോലെ ടെറസിൻ്റെ മുകളിലാക്കും. പിന്നെ പക്രൂസിനെ ആക്കുമ്പോൾ മാത്രം ഞാൻ കൂടെ നിൽക്കണമെന്നില്ല, ബാക്കി എല്ലാവരെയും ആക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കണം. റോക്കി എന്ന് പറഞ്ഞാൽ ലോങ് ജമ്പിൻ്റെ ഹൈ ജമ്പിൻ്റെ എല്ലാം ആളാണ്. അപ്പോൾ സെൻസൈഡിലേക്ക് തുള്ളി താഴെ തുള്ളാനെല്ലാം ഓനാൾ മിടുക്കനാണ്. പിന്നെ ഇവർ 4 ആളും ഒരുമിച്ചുള്ളതാണ്. 3 ആങ്ങളമാർക്കിടയിൽ ഒരു കുഞ്ഞു പെങ്ങളാണ് നടുക്കിയിരിക്കുന്ന ലക്കിവാവ.